ഇവിടെ നാവൂര് ഏർവാടി സിയാറത്ത് ചെയ്യുന്ന ധാരാളം ആളുകൾ മലയാളീസ് സിയാറത്തിന് വരും കേട്ടോ. അപ്പോൾ ഇങ്ങനെ കുറേ മലയാളികൾ വന്നിട്ടുണ്ട്. അതാണ് ഭയങ്കര തിരക്കുണ്ട്. ഇപ്പോൾ ഉള്ളിൽ ദർഗൻ്റെ ഉള്ളിൽ ഇവിടെ അല്ല, കുറച്ചങ്ങോട്ട് ഉള്ളിലേക്ക് പോകാനുണ്ട്. അവിടെ നല്ല തിരക്കാണ്. പെരുന്നാളിൻ്റെ സീസൺ ആയതുകൊണ്ട് ധാരാളം ആളുകളുണ്ട് കേട്ടോ. ഇൻഷാ അല്ലാ ഏതായിരുന്നാലും ഇൻഷാ അല്ലാ നമുക്ക് മക്ബറയുടെ ഉള്ളിൽ കാണാം. അതുപോലെ ഇവിടുത്തെ ചരിത്രങ്ങൾ ചെറിയ രൂപത്തിൽ നമുക്ക് പറയാം. മഹാനരായ സയ്യിദ് ഹസ്രത്ത് ഖാജ അലാവുദ്ദീൻ ഹസനി ചിസ്തി ഖദ്ദസല്ലാഹു സിറഹുൽ അസീസ് തമിഴ്നാട്ടിലെ പാപ്പാവൂർ ദർഗ ഏറെ പ്രസിദ്ധമാണ്. ദക്ഷിണേന്ത്യൻ സിയാറത്ത് യാത്രകളിൽ ഒരിക്കലും ഒഴിച്ചുകൂടാൻ കഴിയാത്ത ഒരു വലിയ ദർഗയാണ് പാപ്പാവൂർ ദർഗ. പഠനകാലത്ത് ദക്ഷിണേന്ത്യൻ സിയാറത്ത് ഡയറി എന്ന ഒരു ഗ്രന്ഥം വായിക്കാനിടയായി. അതിൽ വിശദമായി പാപ്പാവൂർ ദർഗയെക്കുറിച്ച് പരാമർശിച്ചിരുന്നു. ഇവിടുത്തെ മഹാന്റെ കറാമത്തും ധാരാളം ആളുകൾക്കുണ്ടായ അനുഭവങ്ങളുമെല്ലാം അതിൽ രേഖപ്പെടുത്തിയിരുന്നു. കയ്യിൽ നിന്ന് പുസ്തകം നഷ്ടമായതോടെ പാപ്പാവൂരിൻ്റെ ചരിത്രത്തിനു വേണ്ടി ഒരുപാട് അലഞ്ഞു. അന്നു മുതൽ മനസ്സിൽ തങ്ങി നിൽക്കുന്ന ഒരു പ്രദേശമാണ് പാപ്പാവൂർ. ഒരുപാട് കറാമത്തുകൾ നിറഞ്ഞ മഹാനരായ അലാവുദ്ദീൻ ചിസ്തി ഖദ്ദസല്ലാഹു സിറഹുൽ അസീസ് കർണാടകയിലെ പാൽപൂർ എന്ന പ്രദേശത്താണ് ബഹുമാനപ്പെട്ടവരുടെ ജനനം. കുട്ടിയായിരിക്കുന്ന കാലത്ത് തന്നെ മാതാപിതാക്കൾ ഈ കുട്ടിയിൽ അസാധാരണത്വം ധാരാളമായി ദർശിക്കാൻ തുടങ്ങി. സാധാരണ കുട്ടികൾക്കുണ്ടാകുന്ന ബാല്യമായ ചാബല്യങ്ങളൊന്നും ബഹുമാനപ്പെട്ടവർക്കുണ്ടായിരുന്നില്ല. ചെറിയ കുട്ടിയായിരിക്കുന്ന സമയത്തു തന്നെ ആത്മീയദാഹിയായിരുന്നു ബഹുമാനപ്പെട്ടവർ. ആത്മീയത ധാരാളമായി ഇഷ്ടപ്പെടുന്ന മഹാൻ, ദീനിൻ്റെ വിഷയങ്ങളുമായി ധാരാളം സമയം ചിലവഴിക്കുന്ന മഹാൻ. ഈ കുട്ടിയിലെ അത്ഭുതകരമായ ഈ സ്വഭാവം മാതാപിതാക്കൾക്ക് വലിയ സന്തോഷമുണ്ടാക്കി. പഠനം പൂർത്തിയായതോടെ ദീനിൻ്റെ ദഅവത്തുമായി പല ദിക്കുകളിലേക്ക് കറങ്ങാൻ ബഹുമാനപ്പെട്ടവർ തീരുമാനിച്ചു. അങ്ങനെയാണ് തമിഴ്നാട്ടിലെ പാപ്പാവൂർ എന്ന് പറയുന്ന ഈ പ്രദേശത്ത് ബഹുമാനപ്പെട്ടവരെത്തുന്നത്. പാപ്പാവൂർ നിവാസികൾക്കെല്ലാം ബഹുമാനപ്പെട്ടവരുടെ ആഗമനം വലിയ ആശ്വാസവും സന്തോഷവും നൽകി. മുഴുവൻ ആളുകളുടെയും നീറുന്ന 1000 പ്രശ്നങ്ങൾക്ക് പരിഹാരത്തിൻ്റെ പറുദീസ വിരിച്ചു ബഹുമാനപ്പെട്ടവർ. എന്ത് വിഷയം വന്നു പറഞ്ഞാലും ഇവിടെ പരിഹാരമുണ്ട്. എന്ത് പ്രയാസങ്ങൾക്കും ബഹുമാനപ്പെട്ടവരുടെ അരികിൽ നിന്ന് പരിഹാരം ലഭിക്കുമെന്ന പ്രതീക്ഷ ധാരാളം ആളുകൾ ഇവിടെ ഒഴുകിയെത്തുന്നതിന് കാരണമായി. അങ്ങനെയിരിക്കെ ഒരിക്കൽ വൈദ്യന്മാരെല്ലാം കൈവിട്ട ഒരു രോഗിയുടെ ശമനത്തിനായി ബഹുമാനപ്പെട്ടവർ കാരണമായി. എന്നു പറഞ്ഞാൽ പരിഹാരത്തിനു വേണ്ടി ബഹുമാനപ്പെട്ടവരുടെ അരികിലേക്കെത്തി. ഡോക്ടർമാരെല്ലാം കൈവിട്ട ആ ഒരു പ്രയാസം നിമിഷനേരം കൊണ്ട് ബഹുമാനപ്പെട്ടവർ നീക്കിക്കൊടുത്തു. മഹാനവർകളോടുള്ള സ്നേഹവും അതിരുകവിഞ്ഞ ബഹുമാനവും ബഹുമാനപ്പെട്ടവരുടെ മുരീദത്താകാൻ ആ രോഗിയെ പ്രേരിപ്പിച്ചു. അങ്ങനെ മഹാനവർകളുടെ മുരീദത്തായി മാറി ആ മഹദി. ആത്മീയമായ കാര്യങ്ങളെല്ലാം ബഹുമാനപ്പെട്ടവരിൽ നിന്ന് പഠിച്ചെടുത്തു. അച്ചടക്കമുള്ള മുരീദത്തായി മാറി. ആ മഹദിയുടെ മക്ബറയും ഈ പാപ്പാവൂർ ദർഗയിൽ നമുക്ക് കാണാൻ കഴിയും. ആ മഹദിയുടെ ഭർത്താവിൻ്റെ മക്ബറയും സ്ഥിതി ചെയ്യുന്നത് ഇവിടെ തന്നെയാണ്. അങ്ങനെ 3 മഹാന്മാരുടെ സാന്നിധ്യം കൊണ്ട് വലിയ മഹത്വമുള്ള പ്രദേശമാണ് പാപ്പാവൂർ. ഇവിടെ എത്തുമ്പോൾ തന്നെ ആ ഒരു ആത്മീയത നമുക്ക് ധാരാളമായി അനുഭവിക്കാൻ കഴിയും. അള്ളാഹുവിൻ്റെ ദീനിനു വേണ്ടി പിറന്നു വീണ നാട്ടിൽ നിന്ന് ദീർഘദൂരം യാത്ര ചെയ്ത് ദീനിൻ്റെ ദഅവത്തുമായി ജീവിതം ചെലവഴിച്ച മഹാന്മാർ, അവരെ തേടി എന്നും ദൂരദിക്കുകളിൽ നിന്നുപോലും ധാരാളം ആളുകൾ സിയാറത്തിനെത്തുന്നു. നാഗൂരിൽ നിന്നും ഏർവാടിയിലേക്കുള്ള വഴിയിലാണ് ഈ മക്ബറ സ്ഥിതി ചെയ്യുന്നത്. അതുകൊണ്ട് തന്നെ നാഗൂരിൽ നിന്ന് ഏർവാടിയിലേക്ക് പോകുന്ന ധാരാളം മലയാളി തീർത്ഥാടകരും ഇവിടെ വരാറുണ്ട്.
അല്ലാഹു സുബ്ഹാനഹു വ തആല ഈ മഹാന്മാരുടെയൊക്കെ മദദ് നമുക്ക് നൽകി അനുഗ്രഹിക്കട്ടെ. ദുനിയാവിലും ആഖിറത്തിലും ഇവരുടെയൊക്കെ സഹായം കൊണ്ട് രക്ഷപ്പെടുന്ന മുത്തഖീങ്ങളിൽ അല്ലാഹു നമ്മളെ ഉൾപ്പെടുത്തി അനുഗ്രഹിക്കട്ടെ. മരണത്തിനു മുമ്പ് ധാരാളം ഔലിയാക്കളെ സിയാറത്ത് ചെയ്യാനുള്ള ഭാഗ്യം അല്ലാഹു നമുക്ക് നൽകി അനുഗ്രഹിക്കട്ടെ. നേറുന്ന പ്രയാസങ്ങളും പ്രതിസന്ധികളുമായി ദുആ കൊണ്ട് വസിയത്ത് ചെയ്ത പലരുമുണ്ട്. ഖാലിഖായ റബ്ബ് മുഴുവൻ ആളുകളുടെയും മുഴുവൻ പ്രയാസങ്ങളും നീക്കി സന്തോഷവും സമാധാനവും നൽകി അനുഗ്രഹിക്കട്ടെ. ആമീൻ യാ റബ്ബൽ ആലമീൻ.